everyone, welcome to the world of games. നിങ്ങളെല്ലാവരും ഓൾമോസ്റ്റ് ഇത് കാണുന്നവരെല്ലാവരും ഗെയിമിൽ ഏതെങ്കിലും രീതിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും, റൈറ്റ്? സോ ഗെയിംസ് നിങ്ങൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഗെയിംസ് കേട്ടിട്ടുണ്ടാവും. അഡ്വെഞ്ചർ, അല്ലെങ്കിൽ റിയൽ ടൈം സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഇപ്പോ റണ്ണർ ഗെയിംസ്, അല്ലെങ്കിൽ ഹൈപ്പർ കാഷ്വൽ ഗെയിംസ്, സ്പോർട്സ്, ഒത്തിരി ടൈപ്പ് ഓഫ് ഗെയിംസ് കേട്ടിട്ടുണ്ടാവും. സോ നമ്മൾ ഇപ്പം ജസ്റ്റ് എന്താ പറയുക, ഇതിനെ കാറ്റഗറൈസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാറ്റഗറൈസ് ചെയ്യുക, റൈറ്റ്? പക്ഷേ ആസ് പെർ മീ, games normally we have divided into two types, right? One is highly logical and another one is a highly visual. Highly visual games, highly logical games. And let's just look at the AAA games alone, AAA titles matra, right? Highly visual games are GTA or Assassin's Creed. Angante games are highly visual because the effect is on the visual. Visually ഒരുപാട് സാധനം കാണാൻ പറ്റണം, right? That is where the thing is. So those are highly visual games. Now, highly logical games are different. Let's say a rummy or a blackjack or casino games, card games. ഇതൊക്കെയാണ് highly logical games. Now, highly logical games കാണാൻ ഭയങ്കര simple ആയിരിക്കും, but the compared to a highly visual game, of course. But the logic behind it, അതിന്റെ പുറകിലുള്ള logic is really complicated compared to a visual game, right? So from my experience, I've always noticed, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ലോജിക്കൽ ആയിട്ടുള്ള ഗെയിം ചെയ്യുന്ന ഒരാൾക്ക് ഏത് ടൈപ്പ് ഗെയിമും ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഏതൊരാളും ഗെയിംസ് കുറച്ച് ചെയ്തൊരു പ്രാക്ടീസ് ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് മിനി ഗെയിംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അവരൊരു നല്ല പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾവേസ് മൈ സജഷൻ വുഡ് ബി അവരൊരു ലോജിക്കൽ ഗെയിം ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ബാക്കിയുള്ള ഗെയിംസിലേക്ക് നോക്കുക, റൈറ്റ്? നൗ ഗെയിം ഇൻഡസ്ട്രി എന്താണ് നമ്മുടെ ഈ ഗെയിം ഇൻഡസ്ട്രിയുടെ ഒരു അട്രാക്ടിങ് ഫാക്ടർ എന്ന് നമുക്ക് നോക്കാം. ഗെയിം ഇൻഡസ്ട്രി ഒരു ഹോളിവുഡ് ഇൻഡസ്ട്രി, ഹോളിവുഡ് ഇൻഡസ്ട്രി ഇന്ന് ലോകം മൊത്തം എത്തിയതാണ്. ലോകത്തിന്റെ എല്ലാ കോർണേഴ്സിലും റീച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ കോർണേഴ്സിലുള്ളവരും ഹോളിവുഡ് ഇൻഡസ്ട്രിയുടെ മൂവീസ് കാണുന്നതാണ്, റൈറ്റ്? ദർ ആർ ലോട്ട് ഓഫ് ടെക്നീഷ്യൻസ്, ക്യാമറാമാൻസ്, thousands and thousands of people working on a single movie. ഹോളിവുഡിലാണെങ്കിൽ നെറ്റ്വർത്ത്, നമ്മളൊരു നെറ്റ്വർത്ത് എടുക്കുവാന്ന് വിചാരിച്ചു ഹോളിവുഡ് ഇൻഡസ്ട്രിയുടെ, ഇറ്റ് ഇസ് സംവെയർ ക്ലോസ് ടു 90 or 100 billion, right? $100 billion is the net worth of a Hollywood industry. Let's look into the game industry, right? Game industry is still in a starting stage. അതായത് ഹോളിവുഡിന്റെ അത്ര റീച്ച് ഒന്നുമില്ല. ഗെയിം ഇൻഡസ്ട്രി is just starting. ഗെയിം ഇൻഡസ്ട്രിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് is around $300 billion. That is 3 times the industry revenue of a Hollywood industry. Now, ഇതിനകത്തുള്ള ഏറ്റവും അടിപൊളി ഫാക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹോളിവുഡ് മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ 1/4 റിസോഴ്സസ് കൊണ്ട് നമുക്കൊരു ഗെയിം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫുൾ ഹോളിവുഡ് മൂവി ഉണ്ടാക്കുന്നതിന്റെ 1/4 റിസോഴ്സുമാണ് നമുക്കൊരു ഗെയിം ഇത് ചെയ്യാനായിട്ട്. സോ ഹിയർ ദ റിസോഴ്സസ് ആർ ലെസ് ബട്ട് ദി റവന്യൂ ഈസ് മോർ, റൈറ്റ്? ഞാനൊരു ഇൻഡസ്ട്രിയെ കുറ്റം പറയുന്നതല്ല, ബട്ട് ദിസ് ഇസ് എ ട്രൂ ഫാക്ടർ, റൈറ്റ്? ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ്, ഞാൻ പറഞ്ഞു ഗെയിം ഇൻഡസ്ട്രി അതിന്റെ ജസ്റ്റ് ബിഗിനിങ് സ്റ്റേജില്ല. ഇന്ന് ഒരു പക്ഷെ ഗെയിം ഇൻഡസ്ട്രി ഗെയിംസ് എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. എല്ലാവരും ഗെയിംസ് കളിക്കുന്ന മാത്രമേ കാണൂ, പക്ഷെ അത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? ഗെയിംസ് ഇസ് യൂസ്ഡ് of course for gaming, main and the first point. Secondly, it is used into health sector. എന്തിനാണെന്നറിയോ? ഡിമെൻഷ്യ അല്ലെങ്കിൽ ആങ്സൈറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാൻ ഗെയിംസ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, റൈറ്റ്? തേർഡ് ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ. ഗെയിംസ് വഴി കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ലെറ്റ്സ് സേ ഇപ്പം മൈൻക്രാഫ്റ്റിന്റെ ഒക്കെ എഡ്യൂക്കേഷൻ സിമുലേഷൻസ് ഒക്കെ ഉണ്ട്. അഗൈൻ ദെൻ ഇൻടു ഫിറ്റ്നസ്, റിംഗ് ഇറ്റ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്. ഐ വുഡ് സജസ്റ്റ് യു ടു ട്രൈ ഇറ്റ് ഔട്ട്. നമ്മളുടെ ബോഡി ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ യു ഹാവ് ടു ഗോ ത്രൂ സർട്ടൺ എക്സസൈസസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതിനനുസരിച്ച് ഗെയിം മുന്നോട്ട് പോകും. ഇൻടു മാർക്കറ്റിംഗ് ടൂൾസ് ഒക്കെ ഗെയിമിഫൈ ചെയ്യാണ്. നിങ്ങൾ ഇത്ര കാര്യങ്ങൾ ഇത് ചെയ്താൽ ഇത്ര പോയിന്റ്സ് കിട്ടും, അതിനെ വെച്ച് നിങ്ങൾക്ക് ലോയൽറ്റി റിവാർഡ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. ദീസ് ആർ ഓൾ മെയ്ഡ് ഇൻ ടു ഗെയിംസ്. ആൻഡ് ലാസ്റ്റ്ലി അഗൈൻ മിലിറ്ററി സെക്ടർ, മിലിറ്ററി, ഓട്ടോമോട്ടീവ്, അങ്ങനത്തെ മിലിറ്ററി പേഴ്സണൽസിനൊക്കെ ട്രെയിനിങ് കൊടുക്കാനായിട്ട്, സിമുലേഷൻ ട്രെയിനിങ്സ് കൊടുക്കാനായിട്ട് നമ്മൾ ഗെയിംസ് യൂസ് ചെയ്യാറുണ്ട്, റൈറ്റ്? ദെൻ ആൻഡ് ഓട്ടോമോട്ടീവ്, ഡെഫിനറ്റ്ലി അഗൈൻ കാറിന്റെ ഡിസൈൻസ്, കാര്യങ്ങൾ, അതിനൊക്കെ വി ആർ യൂസിങ് ഗെയിംസ്. ആൻഡ് ഇതിലേക്കൊക്കെ ഗെയിംസ് ജസ്റ്റ് കയറിയിട്ടേ ഉള്ളൂ, വൈഡ്ലി ഇന്ന് യൂസ്ഡ് അല്ല. സോ ഇമാജിൻ
ഇത്രയും സെക്ടറിലൊക്കെ ഗെയിംസ് ഇതുപോലെ തന്നെ പോപ്പുലർ ആയാൽ വാട്ട് ഈസ് ഗോയിങ് ടു ബി ദി നെറ്റ്വർക്ക് ഓഫ് ദിസ് ഇൻഡസ്ട്രി? മനസ്സിലായില്ലേ? എന്താണ് ഈ ഇൻഡസ്ട്രിയുടെ നെറ്റ്വർക്ക്? അതിന്റെ ഒരു ഗ്രോത്ത് പാറ്റേൺ ആണ്. കറന്റ് ഇത് വെച്ചിട്ടാണ് 300 ബില്യൺ പറഞ്ഞേക്കുന്നത്, റൈറ്റ്? ആൻഡ് ഇറ്റ് ഇസ് നോട്ട് യെറ്റ് വെഞ്ചേർഡ് ഇൻ ടു മെനി സെക്ടേഴ്സ്. അതിലേക്കും കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രോത്ത് ഇസ് ഗോയിങ് ടു ബി അൺഇമാജിനബിൾ. ഫൈൻ. നൗ ഒരു ഗെയിം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു നീഡ് എ ഗെയിം എൻജിൻ, റൈറ്റ്? ആൻഡ് യൂണിറ്റി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഗെയിം എൻജിൻസ് അറൌണ്ട്. കാരണം എന്താണ്? അഗൈൻ, ഫ്രീ ഓഫ് കോസ്റ്റ്, ഈസി ടു യൂസ്, ഇൻഡി ഡെവലപ്പേഴ്സിന് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദി മെയിൻ തിങ് ഇസ് C# or the language that we use in Unity. കാരണം C# is multi-platform friendly because C# is on .NET framework, and .NET framework is across all the operating systems that are available, right? So അതുകൊണ്ട് തന്നെ C# also supports all this. And since Unity supports C# very well, games are made in Unity using C# language, and all these games are multi-platform friendly, right? ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരിക്കലും ഒരു ഇതിനു വേണ്ടി മാത്രമായിട്ട് ഗെയിം ഉണ്ടാക്കത്തില്ല. ട്രൈ ടു മാസ് മാർക്കറ്റ് ഇറ്റ്. കൺസോൾസ് ആണെങ്കിൽ കൺസോൾസ്, ഫോൺസ്, ഡെസ്ക്ടോപ്സ്, എവറിഥിങ്, എല്ലാത്തിനും വേണ്ടിയിട്ട് ഒന്നിച്ചാണ് ഇന്നത്തെ കാലത്ത് ഗെയിംസ് നമ്മൾ ഉണ്ടാക്കുന്നത്, റൈറ്റ്? സോ ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ വൈ വി യൂസ് യൂണിറ്റി. അഗൈൻ, ഒരു യൂണിറ്റി ഡെവലപ്പർ ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം മാത്രമല്ല യൂണിറ്റി വെച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ലയൺ കിങ് മൂവിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റൈറ്റ്? മോസ്റ്റ് ഓഫ് ദ ടെക്നോളജീസ് ദാറ്റ് വാസ് യൂസ്ഡ് ടു റെൻഡർ, ദോസ് ആർ ദ സെയിം തിങ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ യൂണിറ്റി. സോ മൂവീസ്, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സിമുലേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ, മിലിറ്ററി ട്രെയിനിങ്ങിന് അതിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോ ആർക്കിടെക്ചറൽ ഡിസൈൻസ്, റൈറ്റ്? ആർക്കിടെക്ചറൽ ഡിസൈൻസ്, ഓട്ടോമോട്ടീവ് ഡിസൈൻസ്, എഞ്ചിനീയറിംഗ് ഡിസൈൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് യൂണിറ്റി ഗെയിം എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ യൂണിറ്റി എഞ്ചിൻ എന്ന് പറയുന്നത് സോൾലി ഗെയിമിന് വേണ്ടി മാത്രമുള്ളതല്ല. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ വെഞ്ചർ ഇൻ ടു അതർ ഏരിയാസ് ആസ് വെൽ. നമ്മൾ കറന്റ്ലി ചെയ്യുന്ന സീരീസ് പ്രൊജക്ട് യൂകോഡ്, റൈറ്റ്? ദിസ് ഇസ് വെയർ യൂകോഡ് കംസ്. നിങ്ങൾക്ക് യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗെയിം ഇൻഡസ്ട്രിയിലേക്ക് കയറാനായിട്ടുള്ള ഒരു ഫുഡ് സ്റ്റെപ്പ്, ഗെയിമിനെ പറ്റി യാതൊന്നും അറിയാത്തൊരു ഒരാൾക്ക് ജസ്റ്റ് ഇത് എങ്ങനെയാണ്, എന്താണ്, ചെറിയൊരു ഗെയിം ഉണ്ടാക്കണം, അതിലുള്ള എക്സൈറ്റ്മെന്റ്, അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, ഇത് അറിയാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ചെറിയ സീരീസ് ആണ് പ്രൊജക്ട് യൂകോഡ്, റൈറ്റ്? ദിസ് ഇസ് വെയർ വി സ്റ്റെപ്പ് ഇൻ. സോ ഇതുവരെ ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രിയെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത ഒരുപാട് പേർക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ ഫോളോ ചെയ്യുന്നതിലൂടെ ഗെയിമിലേക്ക് ഒരു ഐഡിയ കിട്ടും. ആൻഡ് ദെൻ ദേ ക്യാൻ ഡിസൈഡ് വെദർ ദേ വാണ്ട് ടു ഗോ ഇൻ ഓർ ദേ വാണ്ട് ടു ലീവ്, റൈറ്റ്? സോ this is where project UCODE comes in, right? So always please do, നിങ്ങൾക്ക് ഗെയിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയെ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇതിലേക്ക് നിങ്ങൾക്ക് കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഫ്രം ദിസ് യു വിൽ ഗെറ്റ് ടു നോ വാട്ട് ഇസ് ഗെയിം ഡെവലപ്മെന്റ്, ഹൗ ഡു യു ഗോ അബൌട്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ദിസ് ഇസ് മീ സൈനിങ് ഓഫ്. So I hope you all do well, right? And I hope you all get an idea of this from our side. Okay, thank you.